കണിയാരല്ലേ? അതെ. ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. വരിക. ദാ നോക്കിക്കോളൂ. നമസ്കാരം ജി. നോം ഒരു സമയം കുറിച്ചു വാങ്ങാൻ വന്നതാണ്. ജിക്ക് അറിയാലോ, നോമിൻ്റെ സമയം ഇപ്പോഴും ശരിയായിട്ടില്ല. നോം പലതും എടുക്കാൻ നോക്കി, ഒന്നും അങ്ങോട്ട് എടുത്തിട്ട് പൊങ്ങണില്ല. ജി ആകുമ്പോൾ ഈ പ്രതിഷ്ഠയുടെയും പൂജയുടെയും അങ്ങനെ ഏത് കേസും എടുക്കുന്ന മഹാജ്ഞാനിയാണല്ലോ. ജി നോമിനൊരു മുഹൂർത്തം കുറിച്ച് തരണം. നാളെ ഏർലി മോർണിംഗിൽ വെഡിങ് നടത്തണം. എല്ലാം ചടപടേന്നായിരുന്നു. എന്താന്ന്? നമ്മൾ ബ്രാഹ്മണന്മാരാണെന്ന് വിചാരിച്ചോട്ടെ. ഇത് നോമിൻ്റെ അവസാനത്തെ വഴിയാണ്. ജി കാക്കണം. വെറുതെ വേണ്ട ജി. ജിക്ക് ആ തൃശ്ശൂരില്ലേ, അത് ഞാൻ എടുത്ത് അങ്ങനെ കയ്യിലേക്ക് വച്ചു തരും. വിവരങ്ങളൊക്കെ ഇത് പറയും. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. കേരളത്തിൽ തൃശ്ശൂർ പോലൊരു മണ്ഡലം എടുത്ത് കയ്യിലേക്ക് വച്ചു തരുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇതിനു മുന്നേ പല അണ്ണന്മാരും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് ഇതുവരെയും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ ഒരു കല്യാണത്തിന് വന്ന് പതിവ് ഷോയൊക്കെ കാണിച്ചാൽ എന്താ? തൃശ്ശൂർ കിട്ടുകയാണെങ്കിൽ അത് ലാഭമാണ്. അങ്ങനെ ജി മുഹൂർത്തം കുറിച്ച് സുരേഷ് ഗോപിക്ക് നൽകി. ആ കല്യാണത്തിന് ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പും നൽകി. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഉഷ്ണം ഉഷ്ണേന ശാന്തികൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ. പുതിയ പഴഞ്ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ. സംഭവം മകളുടെ മാത്രമല്ല, അച്ഛൻ്റെയും ഭാവിയുടെ പ്രശ്നമാണ്. ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. നിശ്ചയിച്ച പ്രകാരം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ കാര്യങ്ങൾ നടക്കണം. നിശ്ചയിച്ച പ്രകാരം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ എൻ്റെ കാര്യങ്ങൾ നടക്കണം. സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? അതെങ്ങനെ മനസ്സിലായി? മോനെ, കന്നിമാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. ആചാരവും വിശ്വാസവുമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞതാണ്. അത് എപ്പോൾ എങ്ങനെ ഏതുപോലെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറാം. അതിപ്പോൾ കല്യാണമായാലും വലിയ മാറ്റമൊന്നുമില്ല. സുരേഷ് ഗോപി അണ്ണൻ്റെ മകളുടെ കല്യാണത്തിന് ശുഭമുഹൂർത്തമുണ്ട്. 2024 ജനുവരി 17 ബുധനാഴ്ച കാലത്ത് 8:45. ആ സമയത്ത് തൽക്കാലം വേറെ ആരും ആചാരത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പേരും പറഞ്ഞ് അങ്ങോട്ട് വരണ്ട. മോദിജി പങ്കെടുക്കുന്ന ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം മതി മറ്റുള്ളവരുടെ കല്യാണമൊക്കെ. ഈശ്വരാ ഭഗവാനെ, എനിക്ക് മാത്രം നല്ലത് വരുത്തണേ. ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ഉണ്ണിയേട്ടനായിട്ട് വന്നത്. ഗോപി അണ്ണൻ്റെ മകളുടെ കല്യാണമാണ്. മോദിജി കല്യാണത്തിന് വരുന്നുണ്ട്. അന്ന് കല്യാണം കഴിക്കാൻ പോകുന്നവരുൾപ്പെടെ ഒരു 10-16 വാര അകലെ മാറി നിന്നോളണം. മോദിജി വന്ന് പോകും വരെ എല്ലാവരും അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടന്നിട്ട് അതിനൊക്കെ ശേഷം സമയമുണ്ടെങ്കിൽ കല്യാണം കഴിക്കാവുന്നതാണ്. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. മോദിജി വന്നു പോകും വരെ ഗുരുവായൂരിൽ ഇങ്ങനെയൊക്കെ നടക്കും. ഇനി ഒരു കാര്യം കൂടി പറയാം. ജിയുടെ ഉരിയാട പൈതങ്ങളുണ്ടല്ലോ, ആ ഉരിയാട പൈതങ്ങൾക്ക് ജി വരുന്നത് പ്രമാണിച്ച് പ്രത്യേകമായ ഒരു ഓഫറുണ്ട്. ജി വരുന്ന പരിസരത്തിൻ്റെ ഒരു 16 വാര അകലെ കുഴി കുത്തി കഞ്ഞി വിളമ്പും. ആ കഞ്ഞിയും കുടിച്ച് ജിക്ക് നന്നായി ജയ്യും വിളിച്ച് തിരിച്ചു പോകാവുന്നതാണ്. മാംഗല്യം തന്തുനാനേന. ഈ താലിച്ചരടിലൂടെ തൃശ്ശൂരിനെ ഞാൻ വരിച്ചിരിക്കും. ഇത് ജിയാണ് സത്യം. അപ്പൊ ഞാൻ പൊട്ടനാ?